മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ അധ്വാനങ്ങളിൽ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങൾ അവിടെ ഏറ്റെടുക്കട്ടെ. പഠനങ്ങളിലും പരീക്ഷകളിലും കർത്താവ് ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഈ തിരുവചനത്തിലൂടെ നമ്മോട് പ്രഘോഷിക്കപ്പെടുന്നത്. ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന കാര്യം, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. ആ കൃപയും അനുഗ്രഹവും സ്വീകരിക്കാനുള്ള വഴിയാണ് ഈ വചനത്തിലൂടെ അവിടുന്ന് നമുക്ക് നൽകുന്നത്. തിരുവചനത്തിൽ ഈശോ പറയുന്നത്, ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളൊന്നും നമുക്ക് ഉപകരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മെ ഭാരപ്പെടുത്തുന്ന അമിതമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം. ഈ ലോകത്തിൽ ഒത്തിരി ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഭയങ്കര ഭാരവും ദുഃഖവും നമ്മളെ കീഴ്പ്പെടുത്തും. ഓരോന്നും നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ അമിതമായിട്ട് അധ്വാനിക്കുക. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കൂടുതൽ ഭാരം നൽകുക. ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു. ജീവിതം ആസ്വദിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ നോമ്പ് കാലം ഈ അമിതമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനുമുള്ള കാലഘട്ടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അമിതമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിയാൽ അവിടേക്ക് ഈശോയ്ക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കരുതലിൻ്റെ കീഴിലേക്ക് നമ്മെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ ഭാരപ്പെടുത്തുന്ന അമിതമായ ലൗകിക ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെയെല്ലാം ക്രിസ്തുവിനെ സ്നേഹിക്കാനുള്ള ഒരു കൃപ സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ കരുതലിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈ നോമ്പ് കാലം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും വേണം എന്ന ചിന്തയിൽ നിന്ന് എനിക്കുള്ളത് മതി എന്ന ചിന്തയിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇനിയും വേണം, എന്തു കിട്ടിയാലും നമുക്ക് വേണ്ട എന്ന് മതി എന്ന് നമ്മൾ ആരും പറയാറില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുതന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നാശമാണ്. നമുക്കുള്ളത് മതി എന്ന ചിന്തയിലേക്ക് വളരുന്നതാണ് ദൈവീകതയിലേക്കുള്ള വളർച്ച. നമ്മുടെ പ്രാർത്ഥന പോലും നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്? മതി എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറയുന്നത് മുഴുവനും ഇനിയും വേണം. ദൈവത്തിന് മുമ്പിൽ ചോദിക്കുന്നത് ഇനിയും വേണം, ഇനിയും അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനിയും വേണം, ഇനിയും നേടണം. ഈ ചിന്തയിൽ നിന്ന് എനിക്കുള്ളത് മതി എന്ന ചിന്തയിലേക്ക് ഈ നോമ്പ് കാലത്തിൽ വളരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഈ മക്കളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പഠനങ്ങളിലും പരീക്ഷകളിലും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഇവർ പോകുന്ന വഴികളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആപത്തുകളും അപകടങ്ങളും നിർവീര്യമാകട്ടെ. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് ലഭിക്കട്ടെ. കർത്താവെ, ഇവരുടെ വേദനകളും ദുഃഖങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് ഇവരുടെ കൂടെ ഇവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഉണ്ടായിരിക്കണമേ. ഇവരെ കൈവിടലേ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്
ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.